അല്ല റെക്കോർഡിംഗ് ആണ് ആദ്യം. അല്ല വിത്ത് പെർമിഷൻ ആണ് റെക്കോർഡ് ചെയ്യണേന്ന് പറഞ്ഞതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവരടുത്ത് എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഇവരടുത്തൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, ഈ പിള്ളേരുടെ എല്ലായിടത്തും. അപ്പൊ രാവിലെ എന്റെ അടുത്ത് വിവി വിളിച്ചിട്ട് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഡോക്ടർ വിനോദ് ഭാസ്കർ. അപ്പൊ ഇവർ രണ്ടും കൂടെ എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ സെക്ഷൻ മറ്റേ 3 ഏതൊക്കെ, എനിക്കാണെങ്കിൽ ഈ സാധനങ്ങൾ ഒന്നാമത് അറിഞ്ഞൂടാ. അപ്പൊ കുറെ സെക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ ഭയങ്കര വിഷയമാണ്, അവര് കമ്മീഷൻ ഓഫീസിൽ പോവാണ്, കേസ് കൊടുക്കാൻ പോവാണ്, ആ പീഡന ശ്രമത്തിന് കേസ്. ഞാൻ മറ്റേ പീഡനോ? ആ ചേട്ടാ അത് മറ്റേ എന്തൊരു ത്രെട്ടണിങ്, അത് ഇത് പിന്നെ എന്താണ് പറഞ്ഞത്, മറ്റേ ഇതിനെന്തൊരു പറഞ്ഞത്, മറ്റേ എന്തിനാണ് നമ്മളെങ്ങനെ എന്തിന് വേറെ സാധനം പറഞ്ഞ വീഡിയോ പറഞ്ഞത്, ഡിഫമേഷൻ. ഡീഫർമേഷൻ. ഞാൻ അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതൊക്കെ എപ്പാ, ഇതൊക്കെ വിവിയാണ് നിങ്ങളോട് പറയുന്നത്. എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയാണ്, ചേട്ടാ നിങ്ങളത് അവരിപ്പോ കേസ് എടുക്കാൻ പോലും, പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വക്കേറ്റ് ആണ് കേസ് എടുക്കണത്, പിന്നെ ഏതോ ഒരു MLA കൊണ്ട് വിളിച്ച് പറയിക്കണം എന്നൊക്കെ പറയാം. അപ്പൊ ഞാനാണെങ്കിൽ ഒരു പടത്തിന്റെ ഷൂട്ടിലായിരുന്നേ. അപ്പൊ എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം രാവിലെ 8:30 മണിക്ക് ഇവര് സ്റ്റേഷനിൽ പോകണമെന്ന് പറയാണ്. അപ്പൊ 8 മണിക്കാണ് എന്റെ അടുത്ത് ഇതെല്ലാം വിളിച്ച് സംസാരിക്കുന്നത്. അരമണിക്കൂർ കൊണ്ട് ഞാൻ എന്ത് ചെയ്യേ? പിന്നെ ആൾറെഡി ഞാൻ പറയില്ല, നമ്മളിങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാളെ വിളിച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച്, മറ്റേ ത്രെട്ടണിങ്, മറ്റേ എന്തിനാണ് മറ്റേ നേരത്തെ പറഞ്ഞത്, ആ സാധനം എന്നൊക്കെ പറയുമ്പോ ഞാൻ ആൾപ്പാടെ എനിക്കൊന്നും അറിയില്ല എന്ത് ചെയ്യണമെന്നാണ്. അപ്പൊ ഞാൻ ആൾപ്പാടെ വിളിച്ചത് മൂപ്പനെയാണ്, നമ്മളെ യൂട്യൂബ് മൂപ്പനെ. ആ മൂപ്പനെ വിളിച്ചിട്ട് പറഞ്ഞ ചക്കര ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പുറത്തുനിന്ന് വിവി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഇപ്പൊ ശരിയാക്കി തരും, ഇപ്പൊ ശരിയാക്കി തരും, ഇപ്പൊ ശരിയാക്കി തരും ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇവൻ ഇതേപോലെയാണ് എല്ലാരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ റോബിനോട് ചോദിക്കുമ്പോഴാണ് റോബിൻ പറയുന്നത്, റോബിൻ ഇങ്ങനെ ഒരു മാനിപ്പുലേഷനെ കുറിച്ചാണ് റോബിനോട് ഇവൻ പറഞ്ഞിട്ട് പോയതാൻ പോലും. എന്ത് അത് റോബിൻ പറഞ്ഞോളും, ബാക്കി റോബിൻ പറഞ്ഞോളും. അപ്പൊ എന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് ഒരിക്കലും ശ്രദ്ധിക്കില്ലല്ലോ, ഞാൻ ഇതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ മാപ്പ് പറഞ്ഞു നിങ്ങള് വീഡിയോ കൊടുത്ത്. നിങ്ങൾ ആലോചിക്കണ നമ്മള് അപ്പൊ മൂപ്പന്റെ അടുത്ത് വിളിച്ചപ്പോഴും മൂപ്പരും, കാരണം നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഇങ്ങനെ ഐഡിയ ഇല്ല, പിന്നെ നമുക്ക് ഇങ്ങനത്തെ പരിപാടി ചെയ്ത് ശീലമില്ല. അപ്പൊ പെട്ടെന്ന് ഒരാളെ വിളിച്ചിട്ട് പറയുന്നത് ഒരു മാപ്പ് കിട്ടി കഴിഞ്ഞാൽ ക്യാഷ് ഇല്ലെന്ന് പറയുമ്പോ, അപ്പൊ മൂപ്പനും പറഞ്ഞു, ചേട്ടാ നിങ്ങൾക്ക് 2 കുമ്പിളരാണ്, നിങ്ങൾ ഈ ജോലി ചെയ്യണല്ലേ, നിങ്ങൾ വെറുതെ സോഷ്യൽ മീഡിയ എന്നുള്ള ആളല്ലോ, ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാന്നുള്ള കേസാണെങ്കിൽ അവിടെ അങ്ങ് തീരട്ടേട്ടാ, വെറുതെ കേസൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതാണ്. അപ്പൊ ഇവര് എന്നെ ഒരു സൈഡിൽ കൂടെ പ്രഷർ, ഒരു സൈഡിൽ ഇതെല്ലാം കൂടെ ആയപ്പോ ഞാൻ ആയപ്പോടെ കിളി അടിച്ചു. പിന്നെ എന്റെ മനസ്സിൽ ഒരൊറ്റ സാധനമുള്ള ഒരു മാപ്പ് വീഡിയോ, ഒരു മാപ്പിട്ടാ തീരുന്ന കേസാണെങ്കിൽ തീരട്ടെ നേരിച്ചാണ് ഒരു മാപ്പ് വീടിയിട്ട്. ഞാൻ കുറച്ചിട്ട് കഴിഞ്ഞപ്പോ ഒരു മാപ്പ് വീഡിയോ എടുത്ത് ഞാൻ മൂപ്പനെ അയച്ചു കൊടുത്ത്, മൂപ്പൻ നേരെ റോബിനെ അയച്ചു കൊടുക്കുന്നു, റോബിന്റെ പ്രൊഫൈലിൽ ഇടുന്നു. എക്സിക്യൂട്ട് ചെയ്ത് അല്ല കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും മറ്റേ വിവി അതിനെ ട്രോളിയല്ല അതിനെ എടുത്ത് വീഡിയോ ചെയ്യുന്നു. ഇവനാണ് നിങ്ങളെ കൊണ്ട് വിളിച്ചു പറഞ്ഞ് മാപ്പ് വീഡിയോ ചെയ്യിച്ചത്, എന്നിട്ട് അവൻ അതന്നെ എടുത്ത് വീഡിയോ ചെയ്ത്. പിന്നെ മറ്റേ നിങ്ങളെ യൂട്യൂബിന്റെ കാര്യം കൂടി അതും കൂടി ക്ലിയർ ചെയ്തോളി, അതാണല്ലോ മെയിൻ സാധനം. അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല. ഇപ്പൊ എന്റെ യൂട്യൂബിന്റെ പാസ്വേഡ് എല്ലാം ഉള്ളത് വിവിക്കാണ്. അപ്പൊ എനിക്ക് ആക്ച്വലി യൂട്യൂബായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പൊ എന്റെ യൂട്യൂബിൽ നിന്നാണ് ഓരോരുത്തർക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നത്. അപ്പം എന്താ പറയാ, എന്നെ പറ്റി പറയുമ്പോ എന്നെ പറ്റി ഇല്ലാത്ത കാര്യം പറയുമ്പോ ആ ചാനലിൽ പിന്നെ വെച്ചിക്കേണ്ട കാര്യമില്ലല്ലോ, നല്ല കാര്യമല്ലേ. പക്ഷെ ഇവര് ഈ പറഞ്ഞ ഓരോരുത്തരെ പൂട്ടുന്നു, എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ പറയും വിവിയെ കോണ്ടാക്ട് ചെയ്താൽ മതി. എല്ലാരെ പൂട്ടാനും നിങ്ങളെ ചാനൽ അവർ ഉപയോഗിച്ചവൻ. എന്റെ ചാനലിനാണ് എല്ലാവർക്കും പണി കിട്ടിയത്. എന്താണെങ്കിലും സംഗതി ഈ പറഞ്ഞ പോലെ നിങ്ങള് യൂട്യൂബൊക്കെ മാറ്റിയില്ല, നിങ്ങള് മൊത്തം സാധനം മാറ്റിയില്ല. ഞാൻ എല്ലാ പാസ്വേഡ് മാറ്റി, എന്റെ മെയിലെല്ലാം മാറ്റി ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ പറയാ, നമ്മളെ ചാനലിൽ നിന്ന് ഒരാൾക്ക് ഇതെടുത്ത് അടിച്ചു കൊടുത്ത് കളയുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല, നിങ്ങൾക്കും താല്പര്യമില്ല. എനിക്കറിയാം നിങ്ങൾ ഒരാളുടെ ജോലി കളയാൻ. എനിക്ക് ഇതിനെ പറ്റി അറിഞ്ഞൂടാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നു, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓരോരുത്തർ എന്നെ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയണം ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാ. ഞാൻ ഉടനെ വിളിച്ചതാ മാറ്റിക്കൊടുത്ത പാവൂടാ, മാറ്റി കൊടുക്കൂല. പിന്നെ നമ്മൾ പിന്നെ ഇതിനെ പറ്റി ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. എനിക്ക് ഇതിനെ പറ്റി വേറെ ഐഡിയാസ് ഒന്നും ഇല്ല. ആകെ മൊത്തം എല്ലാരും ഇടയിൽ കിടന്നിട്ട് വേട്ടയാടി വിളയാടലായിരുന്നു അണ്ണൻ. പിന്നെ ഒരു കാര്യമാണ്, ഞാൻ ജെന്യുവനായിട്ട് ഇപ്പോഴും പറയാം, കർമ്മ എന്ന് പറയും. നമ്മൾ ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിക്കും. അല്ല, ഞാൻ സംസാരിക്കാൻ വിളിക്കാനുള്ള കാരണം എന്താന്ന് പറയാം, എനിക്ക്
എനിക്ക് കറക്റ്റ് അറിയാമായിരുന്നു. ഇന്ന് ആരവിന്റെയും ഡോക്ടർ റോബിന്റെയും വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി ഇങ്ങളെ കേസിൽ ഇൻവോൾവ് ആയത് ഇവനായിരിക്കും. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ വിളിച്ച് സംസാരിച്ചപ്പോ രണ്ടാക്കും ക്ലിയർ ആയ ആരാ നടുവ് കളിച്ചതെന്ന് കഴിഞ്ഞു. അത്രേ ഉള്ളൂ പരിപാടി. അല്ല ഞാൻ പറഞ്ഞില്ലേ, പിന്നൊരു കാര്യമാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും പറയില്ല ഞാനൊക്കെ മറ്റേ പെർഫെക്റ്റ് മാൻ ആണെന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതൊക്കെയാണെങ്കിലും അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടൊരു ഗുണം ഉണ്ടായണ ഇപ്പൊ നമുക്ക് സമൂഹത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കട്ടക്ക് നിൽക്കാനുള്ള ധൈര്യം വന്നു. അതെ, അത്രേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഇതിന്റെ അപ്പുറം വന്നാൽ നമ്മൾ ജീവിക്കും. കാരണം ഒന്നുമില്ലാത്തൊരു കാര്യത്തിനെ ഇത്രയും വലുതാക്കിയെങ്കിൽ ഇനിയിപ്പോ ചെയ്തിട്ട് നിന്നാലും സംഭവം നല്ലെന്നുള്ളൊരു ധൈര്യം വന്ന് ഇനിയിപ്പോ പേടിയൊന്നുമില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാൻ പറയണ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മളത് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്തെന്ന് പറയുമ്പോ ഒരു വിഷമം. എവിടെ പോയാലും ഓരോരുത്തന്മാരൊന്ന് ചോദിക്കും, നീ മറ്റേ റോബിനെ കുറ്റം പറഞ്ഞ ആളല്ലേ? എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോഴേ മനസ്സിലായില്ലേ അതിനാണ് കുറ്റം പറഞ്ഞത്. അതെ, എന്തായാലും സീൻ മാറി, എല്ലാം ക്ലിയർ ആയി, എല്ലാവർക്കും പരസ്പരം മനസ്സിലായി. കലം ഇനി അത്രേ ഉള്ളൂ. അവനവന്റെ കാര്യം നോക്കി പോണു, വേറെ സീൻ അത്ര. എല്ലാവരും നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ബിഗ് ബോസ് സീസൺ 4 ശേഷമുള്ള ഫെയിം സത്യം പറഞ്ഞാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ബിഗ് ബോസിന് മുന്നേ ഉള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഹോസ്പിറ്റല്, വീട്, വളരെ കുറച്ച് ഫ്രണ്ട്സ്, ചെറിയൊരു ലോകം വരുന്നുണ്ടത്. ബിഗ് ബോസിന് ശേഷം സത്യം പറയാൻ ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നു, ഒരുപാട് പേര് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നു. ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു ഞാൻ ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും കണ്ണടച്ചെന്ത് ചെയ്യും, വിശ്വസിക്കും. ഓക്കെ, അങ്ങനെ കുറച്ച് പേരെ കൂടെ കൂട്ടി. അതിൽ പ്രധാനമായിട്ട് എനിക്കിട്ട് പണി തന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബറാണ് സത്യം പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത്. ഓക്കെ, ഫോർ ദ പീപ്പിളിൽ ഉണ്ടായിരുന്ന വിവി. ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതിലുണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരായിട്ട്, ആരവായിട്ടാണെങ്കിലും വിനീതായിട്ടാണെങ്കിലും മറ്റ് ആരോമലായിട്ടാണെങ്കിലും എല്ലാം ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമായിരുന്നു. ഷാലു പേഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അടുത്ത് വരുന്നതും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലൊന്നും വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇതുവരെയായിട്ടും നമ്മൾ ഫോണിലോ അല്ലാതെ ഒന്നും വിളിച്ച് ഇന്നേ വരെ ഒരു രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ച് ആദ്യം ഫോർ ദ പീപ്പിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ആരവും വിനീതും ഈ പറഞ്ഞ ആരവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തമ്മി തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിലവൻ സക്സസ്ഫുൾ ആയി. അടുത്തത് ഷാലു പേഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെയും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പലതും അങ്ങോട്ട് പോയിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ പോയി പറയും, ചിലത് പറഞ്ഞ കാര്യങ്ങൾ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഷാലു പേഡിനെ കൊണ്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഓക്കെ, വിവി എൻ്റെ അടുത്ത് പറഞ്ഞു, റോബിൻ ചേട്ടാ ഞാനൊരു വീഡിയോ എന്ത് ചെയ്യാം സെറ്റാക്കി തരാം, ഓക്കെ ഇച്ചിരി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങേരെ അടുത്ത് പോയി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഓരോന്ന് പറഞ്ഞ് അങ്ങേരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അത് എന്നിലേക്ക് എത്തിച്ച് ഞാനത് പോസ്റ്റ് ചെയ്തു. കാരണം ആ സമയത്ത് ഇവൻ ഇഞ്ചെക്ട് ചെയ്ത് തന്ന ആ ഒരു ദേഷ്യം എനിക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോനെ ആദ്യം ട്രോൾ ചെയ്യുന്ന വ്യക്തിയെ ഈ പറഞ്ഞ വിവിയാണ് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു, എൻ്റെ കൂടെ നിന്ന് എൻ്റെ കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് എൻ്റെ കൂടെ എൻ്റെ സീക്രട്സും കാര്യങ്ങളെല്ലാം ഇവൻ പയ്യെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഇവൻ എന്നെ പൂട്ടിക്കണം അല്ലെങ്കിൽ എന്നെ തകർക്കണം എന്നുള്ള ഒരു കാര്യം, കാരണം ഇവനെ കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഗ്രാജുവലി ഞാൻ ഇവനെ ചവിട്ടി പുറത്താക്കിയാണ് ചെയ്തത്. അതിനുശേഷം ഇവൻ പോയിട്ട് എനിക്ക് പണിയണമെന്നും പറഞ്ഞിട്ട് ഈ ആദ്യം ഫോർ ദ പീപ്പിളിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഷാലു പേഡ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇവൻ ഒരുപാട് കാര്യങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞ് ഇഞ്ചക്ട് ചെയ്യിപ്പിച്ച് ഞാനാണ് ഇതെല്ലാം പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ അയാളുടെ അടുത്ത് പറഞ്ഞു. പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും ഈ ഒരു മാപ്പ് പറഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതും പുള്ളിക്കാരനെ കിട്ടിയ ആ ഒരു സൈബർ അറ്റാക്കും കാരണങ്ങളെല്ലാം വെച്ച് പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് സത്യം പറഞ്ഞാൽ ഈ വിവി എന്ന് പറഞ്ഞ ഡാഷ് മോൻ കാരണമാണ് ഷാലു പേഡ് ഇത്രയും വീഡിയോസും എനിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തത്. ഓക്കെ, ഇത് അറിയുന്നത് സത്യം പറഞ്ഞ റീസെൻ്റ്ലി ആണ്. ഓക്കെ, കാരണം നമ്മൾ ആ ഒരു ഇഷ്യൂസിന് ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, മനസ്സിലായില്ലേ? ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നതെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരും ചിന്തിക്കുന്ന പോലും ഇല്ല. പക്ഷേ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു പേരെന്ന് പറയുന്നത് വിവിയാണ്. വിവേക് എന്ന് പറയുന്ന വിവി. ഓക്കെ, വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബർ.
അപ്പം എന്താ പറയുക, സത്യം പറഞ്ഞ ആ ഒരു ഇഷ്യൂവിന് ശേഷം മനഃപൂർവ്വം ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി ഓരോരുത്തരും തെറ്റിച്ച് ഓരോരുത്തരും കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിച്ച് ഈ പറഞ്ഞ ഷാലുപേടനെ കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിക്കുന്നതും ഇന്റർവ്യൂവിന് പറഞ്ഞു വിടുന്നതും ഓരോന്ന് കുത്തിവെക്കുന്നതും അങ്ങനെ പറച്ചേട്ടാ ഇങ്ങനെ പറച്ചേട്ടാ എന്ന് പറയിപ്പിക്കുന്നത് എല്ലാം ഈ വിവിയാണെന്ന് നമ്മുടെ ഷാലുപ്പയുടെ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താടാ വിവി ഇങ്ങനെ എടാ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും, മനസ്സിലായില്ലേ? നീ ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നുണ്ട്, മനസ്സിലായില്ലേ? നിനക്കിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലീഗലിയും അല്ലാതെ എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു നോക്ക്, അപ്പം നിനക്ക് അറിയാൻ പറ്റും നീ എന്താ ചെയ്യുന്നതെന്ന്, മനസ്സിലായില്ലേ? ഷാലു പേഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി എന്നോടുള്ള വൈരാഗ്യം ദേഷ്യം കാരണം, ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി കാരണം മാത്രമാണ് ഷാലു പേഡിന് എൻ്റെ അടുത്ത് വൈരാഗ്യം വന്നത്. ഞാൻ ഇയാൾക്ക് എന്താണ് എന്നോട് പ്രശ്നം എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവനാണ് ഇതിനുള്ള കാര്യം എന്നുള്ള കൾപ്രേറ്റ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഷാലു പേടനെ കൊണ്ട് എനിക്ക് അഗേൻസ്റ്റ് ആക്കി വീഡിയോസ് എല്ലാം ചെയ്യിച്ച് എന്നെ ഡീഗ്രേഡ് ചെയ്യിപ്പിച്ച് എൻ്റെ ഫെയിം കുറപ്പിച്ച് അവൻ ഉദ്ദേശം എനിക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പൂട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ അവൻ ഓരോ കാര്യങ്ങൾ അവൻ ചെയ്തു. എന്നിട്ട് ആരതി പൊടിനെ ഇവൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്കിടയിലും ശ്രമിച്ചു. എന്നിട്ട് ഇവൻ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ഇവൻ നല്ല പുള്ളിയായിട്ട് പലരിടത്തും പോയി വീണ്ടും ഇപ്പോഴുള്ള സീസണിലുള്ള പലരിടത്തും പോയി ഓരോ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പം വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഹറാസ്മെന്റ്, നിങ്ങൾ എൻ്റെ മെന്റൽ സ്ട്രെങ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എന്തുമാത്രം എങ്ങനെയായിരിക്കും ഞാൻ കടിച്ചു പിടിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും, കാരണം ഞാൻ എപ്പോഴും ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞ കണക്ക് ഐ ബിലീവ് ഇൻ മൈസെൽഫ്, മനസ്സിലായില്ലേ? കാരണം എനിക്കറിയാം ഞാൻ അത്ര വലിയ ഒരു തെറ്റോ കാര്യങ്ങളോ ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇത്രയും മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന കട്ടപ്പയൊന്നും അല്ല, ഇത് എന്നെ വായിരിക്കുന്ന കേൾക്കും. അപ്പൊ അത്രയും വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരുത്തൻ, വിവി എന്ന് പറഞ്ഞ ഒരുത്തൻ ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിലും, മനസ്സിലായില്ലേ? ഇപ്പൊ ഷാലുപ്പേട് പറയുന്നതിലും വിവി തന്നെയാണ് പുള്ളിക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്തത്. പുള്ളിക്കാരനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ വോയിസ് റെക്കോർഡും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ക്രിമിനൽ ക്രൈമാണ്, നീയൊക്കെ ഇവ അകത്താവാൻ പോകുന്നേ ഉള്ളൂ, വെയിറ്റ് ചെയ്യും, മനസ്സിലായില്ലേ? അന്വേഷിച്ച് നോക്കി ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള അതിന്റെ ലീഗൽ സൈഡും കാര്യങ്ങൾ അകത്ത് കിടക്കും, മനസ്സിലായില്ലേ? നീയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പോത്തുപോലെ വളർന്നില്ലേ, അതൊക്കെ അകത്ത് പോയി കിടക്കേണ്ടി വരും ജയിലിന്റെ അകത്ത്, മനസ്സിലാവുന്നുണ്ടോ? സത്യം പറയില്ല, ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുമ്പോഴും ഇപ്പോഴും സിൻസിയറായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ എനിക്ക് എൻ്റെ ചുറ്റും ഉണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോഴും ജെന്യൂനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ അടുത്ത് എല്ലായിടത്തും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോഴെങ്കിലും ഓരോരുത്തർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, സത്യം പറഞ്ഞാൽ ഇതൊക്കെ മുന്നേ ഞങ്ങൾ സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്തെ സംസാരിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന്. പക്ഷെ എങ്ങനെ സംഭവിക്കും? ഇവനല്ല അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന, ഇവൻ അവിടെ പോയി ഓരോന്ന് പറയും, ഇവിടെ വന്ന് ഓരോന്ന് പറയും. ഇവനെ കൊണ്ട് ഒരു തൊല്ലയാണല്ലോ ദൈവമേ. എല്ലാവരുടെ ഇടയിലും പ്രശ്നം ഉണ്ടാക്കി. ഷാലുപ്പേടയും എന്നെ അഗേൻസ്റ്റ് പ്രശ്നം ഉണ്ടാക്കി, ഷാലുപ്പേടിനെയും പിന്നെ എന്താ പറയുക മറ്റുള്ളവരെയും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിച്ച്, എനിക്കും ആരവിന് ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാക്കിച്ചു. അതിൽ കംപ്ലീറ്റ്ലി അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവനത് സാധിച്ചെടുത്തു. വെൽ ഡൺ മൈ ബോയ്. പക്ഷേ അധികം നാൾ നിന്റെ ഈ ഒരു കാര്യം പോകത്തില്ല എന്നുള്ളത് നീ ഒരിക്കലും ചിന്തിച്ചില്ല മോനെ. എല്ലാവരും നിനക്ക് അഗേൻസ്റ്റ് നീ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാവരും ഇപ്പോൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കാണാം എന്താ നീ ഏതുവരെ പോകുന്നു നോക്കട്ടെ, മനസ്സിലായി? പിന്നെ ഇവന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചോ പണി കിട്ടും. അനുഭവമുള്ള ആളാണ് പറയുന്നത്, ഓരോ അനുഭവമുള്ള ആൾക്കാരും പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പിന്നെ എൻ്റെ അടുത്ത് ഓരോരുത്തർ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒന്നും മറക്കുന്ന ഒരാളല്ല. പക്ഷെ ഫോർഗീവ് ചെയ്യും, മനസ്സിലായില്ല? ഫോർഗീവ് ചെയ്യും, പക്ഷെ ഫോർഗെറ്റ് ചെയ്യത്തില്ല, മറക്കത്തില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരെ കൂടെ കൂട്ടുന്നോ ആരുടെ അടുത്ത് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. ഈസി ആയിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറേ പാഠങ്ങൾ ഞാൻ പഠിച്ചു. ആൻഡ് ഐ ബിലീവ് ഇൻ മൈ സെൽഫ്. ബിഗ് ബോസ് പറഞ്ഞ കണക്ക് ഐ വിൽ നെവർ എവർ ഗീവ് അപ്പ്. ഞാൻ വരും, തിരിച്ചു വരും, മനസ്സിലായില്ലേ? ഭയങ്കര ഒരു ആശ്വാസം, ഭയങ്കര ഒരു റിലാക്സേഷൻ ഉണ്ട്. കാരണം ഇത് കാണുന്ന അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുമല്ലോ. ആൻഡ് എല്ലാവരും അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു വ്യക്തി വിവീനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇനി പുറത്ത് വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊന്നും അല്ല, ഇനി പലരുടെയും കാര്യങ്ങൾ പുറത്ത് വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഓൾ ദി ബെസ്റ്റ് വിവി, നമുക്ക് കാണാം കേട്ടോ. ബൈ.